അതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല. അതുകൊണ്ടാ. ശരി മോളെ, ഞാൻ വിളിക്കാം. രാജലക്ഷ്മി അമ്മയാണല്ലോ. ആ പറയാമേ. ദേവരാജ സാറേ, എന്റെ മകൾ സാവിത്രിയും കൊച്ചുമകൻ കാർത്തിക്കും വല്ലാത്തൊരു കുരുക്കിപ്പെട്ടിരിക്കുക. ഞാനും അത് അറിഞ്ഞമ്മേ. ചെമ്പകമംഗലത്തെ കാര്യമാകുമ്പോ എനിക്കും ഒരു പ്രത്യേക താല്പര്യമുണ്ടാവുമല്ലോ. അങ്ങനെയാ അതറിയാനിട വന്നത്. അമ്മയുടെ മകള് ശ്രീധരൻ ചോദിച്ച സംഭവമല്ലേ? അതെ സർ. അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുക. അതങ്ങനെ അമ്മ. ഇപ്പോ ഇതുപോലൊരു ന്യൂസ് കിട്ടിയാലേ മീഡിയ അതങ്ങ് ഏറ്റെടുക്കും. പിന്നെ അവരുടെ ഒരു ചാകരയാ. 90% നല്ലതാ, ഒരു 10% ഉപദ്രവവും. എന്റെ മകൾ സാവിത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പൊ പോലീസ് എത്തും. സാർ ഇതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ കേസിൽ നിന്ന് എന്റെ മോളെയും കൊച്ചുമകനെയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അമ്മേ, അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇത് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഏറ്റെടുത്ത കേസാണ്. ഞാൻ ഒരാളിന്റെ മാത്രം മിനിസ്റ്റർ അല്ലല്ലോ, ഈ സംസ്ഥാനത്തിന്റെ മിനിസ്റ്ററാ. എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ടമ്മേ. ഇതേ സോഷ്യൽ മീഡിയ തന്നെ എന്റെ കസേരയും തെറിപ്പിച്ചു കളയും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാലേ എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരു ദിവസം സമയം തരാം. സാവിത്രിയുടെ അറസ്റ്റ് ഇന്നത്തേക്ക് ഒഴിവാക്കാം. പക്ഷേ തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് സാവിത്രിയുടെ ഉത്തരവാദിത്വമാണ്. അത് ഈ ഒരു ദിവസത്തിനുള്ളിൽ തെളിയിക്കണം. അതിനുള്ള വഴി എന്താണെന്ന് കണ്ടെത്ത്. ഓക്കെ, ശരിയമ്മേ.